വർക്കല അല്ലേ ഒരുപാട് വിദേശ വിനോദസഞ്ചാരികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ വർക്കലയുടെ സൗന്ദര്യമൊക്കെ ഒന്ന് ശരിക്കും ആസ്വദിക്കാമെന്ന് കരുതി കർണാടകയിൽ നിന്നെത്തിയ ഒരു യുവതി കൂടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കരിങ്കലിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അത് അതിനിടെ കിടക്കുന്നു 1.5 ലക്ഷം രൂപ വിലയുള്ള ഐഫോൺ താഴേക്ക്. അത് കടലിലും പോയില്ല, കരിങ്കലിൻ്റെ ഇടയിൽ കടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വല്ലാതെ വിഷമത്തിലായി. എന്തായാലും നമ്മുടെ ഫയർഫോഴ്സ് വീണ്ടും രക്ഷയ്ക്കെത്തി. ഏകദേശം ഒരു 7 മണിക്കൂർ പണിപ്പെടേണ്ടി വന്നു. പക്ഷേ ഫോൺ എടുത്ത് കൊടുത്തു. ടി.എസ്. ഹരീഷുണ്ട്. ഹരി, 2-3 ദിവസം മുമ്പ് ബിൻലേട്ടൻ കൊച്ചിയിൽ നമ്മൾ തലശ്ശേരി റിപ്പോർട്ടറിൽ തന്നെ പറഞ്ഞതാണ് ഒരു ഫോൺ കാനയിൽ വീണുപോയി. അതിങ്ങനെ ക്രിക്കറ്റിൻ്റെ സ്കോറൊക്കെ നോക്കിയിട്ടതാണ് പോയി കിടക്കുന്നു. പിന്നെ അതും കുറച്ച് ബുദ്ധിമുട്ടിയെടുത്തു. പക്ഷേ ഇത് അത്ര ചില്ലറ ബുദ്ധിമുട്ടല്ല അല്ലേ, വളരെ റിസ്ക് പിടിച്ച പരിപാടിയായിരുന്നു അല്ലേ? ഈ ഫയർഫോഴ്സിന്റെ ഈ ഹാർഡ് വർക്ക് ആദ്യമായിട്ടൊന്നല്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് കാണുമ്പോൾ ഒരു പുതുമയും തോന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഉണ്ടല്ലോ, അതില് ആ സുഭാഷ് കുഴിയിലേക്ക് വീഴുന്നതിന് പകരം ഒരു മൊബൈലാണ് വീഴുന്നതെന്ന് സിവീഷേട്ട ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഞാൻ അത് പറയാൻ കാരണം ഇതിന്റെ ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഫയർഫോഴ്സിന്റെ ആ റെസ്ക്യൂവിന് അവർ അങ്ങനെ അതെ 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 അതെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിനെ അങ്ങനെയാണ് തോന്നിയത്. പിന്നൊരു കാര്യം, ഒരു യാത്രയ്ക്ക് വന്നവരാണ് അവരും, കർണാടകയിൽ നിന്ന് വർക്കലയിൽ വന്നു. അവർ സ്വാഭാവികമായിട്ടും നമ്മളായാലും ചെന്നാൽ മൊബൈൽ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. പക്ഷേ 1.5 ലക്ഷം രൂപയുടെ ഒരു മൊബൈൽ ഫോണ് കളഞ്ഞുപോയി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ആ യാത്രക്കുള്ള മുഴുവൻ മൂടും പോയി കാണും. അപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് ഇടപെട്ട് അത് കൃത്യമായി ഇടപെട്ട് കുറച്ച് പണിപ്പെട്ടായാലും അത് എടുത്തു കൊടുത്തു. അവർ സന്തോഷമായി ആ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് അവരവിടുന്ന് മടങ്ങിയത്. എന്തായാലും അതിഥികളല്ലേ അല്ലേ, അവരെ നമ്മൾ വളരെ കൃത്യമായി നോക്കണം.